എം കെ ഹരിദാസ്, കൃത്യമായ ഒരു വിളിപ്പേരുള്ള ഈ മാഫിയ സിനിമാ മേഖലയ്ക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ മാഫിയ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല എന്നാണ് സർക്കാർ വാദം. സിനിമാ മേഖലയിലുള്ളവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വളരെ പരിഹാസ രൂപേണയാണ് പറയുന്നത്. മാഫിയയോ, ഓരോരുത്തരും അവരവരുടെ ജോലികൾ ചെയ്യുന്നു, ഇതിൽ ആർക്കാണ് മാഫിയ എന്നുള്ളത്. പക്ഷേ അവിടെ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്കയുടെ പ്രസിഡന്റ്, ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഈ മാഫിയ എന്നുള്ള സംഘം ഒന്നുമില്ല, പക്ഷെ ഒരു കൂട്ടുകെട്ടുണ്ട്. അത് വളരെ സർഗാത്മകതയുടെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ കൂട്ടുകെട്ടാണ്, അല്ലാതെ മാഫിയ എന്നൊന്നും അതിനെ വിളിക്കേണ്ടതില്ല എന്ന്. ഇത്തരം നിലപാടുകളാണ് സിനിമാ മേഖലയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നത്. ഈ മാഫിയയെ പേടിച്ചു തന്നെയാണോ ഇവർ പോലും ഇത് പുറത്തു പറയാൻ മടിക്കുന്നത്? അവിടെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പവർ ഗ്രൂപ്പിനെ പറ്റിയിട്ട് കാണേണ്ടത്. ആരാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പവർ ഗ്രൂപ്പ് ശക്തി പ്രാപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കാഴ്ചപ്പാടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ 2016 ശേഷമാണ് ഈ പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഇത്രയധികം ശക്തി പ്രാപിച്ചത്. കാരണം നമ്മുടെ കേരളത്തിലെ രോഹിണി ചിന്തിച്ചിട്ടുണ്ട്, ഈ എല്ലാ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരായാലും സിനിമാക്കാരായാലും അതിൽ 75% ഇടത് സഹയാത്രികരായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 8 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഈ അല്ലെങ്കിൽ പോലും ഇടത് സഹയാത്രികരായിക്കൊണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളിൽ നിന്നും വീഴുന്ന പൊട്ടും പൊടിയും പറക്കി തിന്നാൻ വേണ്ടിയിട്ട് വ്യഗ്രത പൂഴുന്നവരാണ് ഇടതുപക്ഷ സഹയാത്രികരായ നമ്മുടെ സാഹിത്യകാരന്മാരായാലും സിനിമാ മേഖലയിൽ നിൽക്കുന്നവരായാലും. എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അത് കിട്ടില്ല, കാരണം അത് അവർക്ക് തന്നെ പങ്കുവെച്ചെടുക്കാൻ തികയാത്തൊരവസ്ഥയിൽ അതൊന്നും കിട്ടില്ല. പക്ഷെ ഇവർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് പറഞ്ഞില്ലേ, അതിപ്പോ എനിക്ക് ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. എനിക്ക് പാതിരിമാരും അതുമാതിരി തന്നെ ബിഷപ്പുമാരൊക്കെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എനിക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള ആളാണ്. പക്ഷെ ഞാൻ ഒരു പാതിരിയോ ബിഷപ്പോ പറയുന്നത് കേട്ടു, വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ഈ മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന്. അതിനോട് 100% യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഇത്തരത്തില് അല്പം വിദ്യാഭ്യാസമുള്ളവരും അല്പം സാഹിത്യമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വലിയ വലിയ സ്ഥാനങ്ങളിൽ വെക്കുമെന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള കുപ്പായം ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായിട്ട് അഭിനയിക്കുന്നു. ഭരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അവരുടേതായിട്ടുള്ള താവളങ്ങളിൽ പോയി മിണ്ടാതിരിക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇടതുപക്ഷത്തിന്റെ ഭരണത്തിനും ഇല്ല, ഇടതുപക്ഷ നേതാക്കൾക്കും ഇല്ലാതെ പോയതാണ് പ്രശ്നം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം രോഹിണി എന്താണെന്ന് അറിയോ? ഇവിടെ ഒരു പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, നർക്കോട്ടിക് സെല്ലുണ്ട്. ഈ 3 കൂട്ടരും പട്ടത്തിന്റെ കയറ് പൊട്ടിയ മാതിരി 3 വഴിക്കാണ് ഇവരുടെ അന്വേഷണങ്ങളും ഇത്തരം കാര്യങ്ങളിലുള്ള ഗവേഷണങ്ങളും ഇത്തരം കാര്യങ്ങളെ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയൊക്കെ പോകുന്നത്. ഇവർ 3 കൂട്ടരും കൂടിയിട്ട് യാതൊരു നിലയ്ക്കും ഒരു കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണത്തിന് ഇവർ തയ്യാറാവുന്നില്ല. ഇവരെല്ലാ സമയത്തും സ്വതന്ത്രമായ അന്വേഷണം നടത്തിയിട്ട് ഞങ്ങൾ ഇത്ര പിടിച്ചു എന്ന് സർക്കാരിനെ ബോധിപ്പിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും കിട്ടുന്ന എന്താ പറയുന്നത് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പ്രമോഷനോ കൈപ്പറ്റാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത കാണിക്കുന്നതാണ് കേരളത്തിന്റെ ഇന്നത്തെ യഥാർത്ഥ പ്രശ്നം. ഈ 3 ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് സിനിമാ മേഖലയിലെ കൃത്യമായ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ റെയ്ഡോ ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പരിധി വരെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നു. പോരാ, ഈ ഫെഫ്കയും അമ്മയും ഒക്കെ കൂടി കൈകോർക്കണം ഇതിനുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. ഈ ബി ഉണ്ണികൃഷ്ണന്റെ വാക്കുകളിലൊന്നും ഒരു പോട് അത് മാഫിയ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാഫിയ അല്ലാതെ ആയിത്തീരും. മാഫിയ തന്നെയാണ്. ഈ മാഫിയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ മലയാള സിനിമാ മേഖലയിൽ 19 സംഘടനകളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. സംഘടനകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ ഫെഫ്കയും ഈ അമ്മയും കൈകോർത്തു കഴിഞ്ഞാൽ ഈ മലയാള സിനിമയെ ഈ ഇന്നത്തെ ഡ്രഗ് മാഫിയയിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് പുറമേ നിന്ന് ഇത് കാണുന്ന വിദഗ്ധരായ ആളുകൾ ഞങ്ങളെ പോലുള്ളവരോടൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അതിനൊന്നും ശ്രമിക്കില്ല. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ ഇത്തരത്തിൽ ഈ ഡ്രഗ് മാഫിയ വഴി ഒഴുകുന്ന കോടികളിലൂടെ ഇത്തരത്തിൽ നമ്മൾ പറയില്ല, ഈ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാനുള്ള സിനിമകൾക്കുള്ള ഫണ്ടിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സമാന്തര എന്താ പറയേണ്ടത്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ്, സമാന്തര സമ്പദ് വ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് മലയാള സിനിമാ മേഖലയിലെ ഈ മാഫിയ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം തെളിയിക്കപ്പെട്ട കാര്യമായതുകൊണ്ട് സർക്കാർ ഈ ലഹരിയോടൊപ്പം തന്നെ നല്ല രീതിയിൽ മത തീവ്രവാദവും കൂടി ഒളിച്ചു കടത്തുന്നില്ലേ? ഈ പണത്തിന്റെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രോഹിണി, വലിയൊരു സംഖ്യ പോകുന്നത്, വലിയൊരു ഭാഗം പോകുന്നത് ഈ മത തീവ്രവാദത്തിന്റെ ആളുകളുടെ കയ്യിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര ശക്തമായിട്ട് നിൽക്കുന്നത്. സർക്കാരിന് ഇതിനെ തൊഴാനുള്ള പേടിയും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒഴുക്ക്
തടയുകയോ ഒഴുക്ക് എവിടെ നിന്നാണെന്ന് കണ്ടെത്തുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതനേതാക്കളുടെ അടുത്തേക്കാണ് ഇതിന്റെ അന്വേഷണം ചെന്നെത്തുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ അന്വേഷണങ്ങളെ ഇത്തരത്തിൽ മുരടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ, കൃത്യമായിട്ട് അന്വേഷിച്ചെത്തുന്ന ഉദ്യോഗസ്ഥനെ ഉടനെ തന്നെ അവിടുന്ന് മാറ്റുന്നു, നിങ്ങൾ ഇനി ആ പോസ്റ്റിൽ ഇരിക്കേണ്ട വേറെ പോസ്റ്റിലേക്ക് പോകാൻ പറയണു. ഇതൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. ഇവിടുത്തെ മത തീവ്രവാദത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ഈ സിനിമാ മേഖലയിൽ, അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതായത് പണത്തിന്റെ ഒഴുക്ക് എവിടെയുണ്ടോ അവിടെ ഇത്തരത്തിലുള്ള സ്ത്രീപീഡന കഥകൾ കേൾക്കാം. പോരാത്തതിന് ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുടെ വിളയാട്ടവും കാണാൻ സാധിക്കും. ഇത് അധികകാലം വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രബുദ്ധ കേരളത്തിനെ, നമ്മുടെ സാക്ഷര കേരളത്തിനെ അങ്ങേയറ്റം അപമാനകരമായ കാര്യമാണ്. കാരണം വരും തലമുറയ്ക്കുള്ള ഒരു സന്ദേശം കൃത്യമായിട്ട് ഇതിലൂടെ ലഭിക്കുന്നു. അതായത് നിങ്ങൾ ഈ ലഹരി മാഫിയയിലേക്ക് വരൂ, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കോളേജിന്റെ ഗേറ്റുകളിലൊക്കെ ക്യാൻവാസിങ് തുടങ്ങിയെന്നാണ് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഇതിനെ കുറിച്ചിട്ട് അറിയുന്നവർ തരുന്ന വിവരങ്ങൾ. അപ്പൊ സർക്കാർ ഇവിടെ കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ അനുസ്യൂതം തുടരും. അതൊരു ശരിയായ കാര്യമല്ല. എത്രയും വേഗം ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, അമ്മയും ഫെഫ്കയും ഒക്കെ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് കഴിഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്. ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് കൂട്ടുത്തരവാദിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു നടപടി ഇവിടെ അനിവാര്യമായിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോ ഈ റീമ കല്ലിങ്ങലിന്റെ പേരും ആഷിഖ് അബുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു ഗായിക തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ നമ്മുടെ ഇവിടെ രൂക്ഷമായിട്ടുള്ള ഈ ലഹരി മാഫിയ അങ്ങേയറ്റം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ.